നമസ്തേ, ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. മലയാളത്തിലെ താരരാജാക്കന്മാർ ഓരോരുത്തരായി സദാചാരത്തിൻ്റെ യുദ്ധക്കളത്തിൽ മുറിവേറ്റ് നിലംപതിക്കുന്നു. കൗരവസഭയിൽ വസ്ത്രാക്ഷേപം നടന്നത് കണ്ടിട്ടും അറിഞ്ഞിട്ടും ആരും മിണ്ടുന്നില്ല. ഇതോടെ ദ്രൗപതിമാർ ഒന്നടങ്കം രംഗത്തിറങ്ങുകയാണ്. അനീതിയാണെന്നറിഞ്ഞിട്ടും ഭീഷ്മരെ പോലെ തലമുതിർന്ന അംഗങ്ങൾ പോലും മൗനം പാലിക്കുന്നു. ആരോപണം ഉന്നയിക്കുന്നവർക്ക് വിഗ്രഹങ്ങൾ ഉടയ്ക്കുന്നതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? കണ്ടെത്തണം കള്ളനാണയങ്ങളെ. ആധുനിക തിരക്കഥകൾ മാറുകയാണ്. ബാലൻ മുതൽ പാലും പഴവും വരെ എത്തി നിൽക്കുന്ന മലയാള സിനിമയിലെ നുണക്കുഴികൾ അത്ര പവിത്രമാണോ എന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. ചലച്ചിത്ര ലോകം സ്ത്രീകളുടെ മാനം നഷ്ടപ്പെടുത്തുന്ന കൗരവ സഭയായി മാറുന്നുവോ? ചർച്ച ചെയ്യാം. സ്വാഗതം ഡിബേറ്റിലേക്ക്. ഈ ഡിബേറ്റിൽ നമുക്കൊപ്പം വിശിഷ്ട അതിഥികളും ചേരുന്നുണ്ട്. സേവ് കേരള ഫോറം പ്രതിനിധി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, ചലച്ചിത്ര നടി സോണിയ മൽഹാർ, LDFിൻ്റെ പ്രതിനിധിയായി സലിം മടവൂർ, അതേപോലെ തന്നെ കോൺഗ്രസ് പ്രതിനിധിയായി ഡോക്ടർ സോയ ജോസഫ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നമുക്ക് എല്ലാ വിഷയങ്ങളിലും കൃത്യമായി പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ വിഷയത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകളുണ്ട്. ചലച്ചിത്ര ലോകം ഒന്നാകെ ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. മുഴുവൻ ചലച്ചിത്ര താരങ്ങളെയും സംശയമാണ് പ്രേക്ഷകർക്ക്. ഞാനും KM ഷാജഹാനും എല്ലാം പ്രേക്ഷകരാണ്. അപ്പോൾ നമുക്കെല്ലാം സംശയമാണ്, ഇതിൽപ്പെട്ടവരാരൊക്കെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലിസ്റ്റിൽപ്പെട്ടവർ, ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവർ ആരൊക്കെ? അങ്ങനെ സംശയം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏതൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ ചലച്ചിത്ര ലോകം ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ അഡ്വക്കേറ്റ് KM ഷാജഹാൻ? എന്നത് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു മേഖല ഇതുപോലെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ പതിറ്റാണ്ടുകളോളം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു പൊതുമണ്ഡലത്തിൽ, സമൂഹത്തിൽ ഏറ്റവും നിർണായകമായി സ്വാധീനമുള്ള മേഖല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മേഖലയും രാഷ്ട്രീയ മണ്ഡലവുമാണ്. എന്നാൽ ആ രാഷ്ട്രീയ മണ്ഡലം തന്നെ ഒരു എത്രയോ തവണ സോഷ്യൽ ഓഡിറ്റിന് വിധേയമായിരിക്കുന്നു. രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ എത്രയോ നേതാക്കന്മാർ രാജിവെച്ച് പോയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾ എടുക്കൂ, K കരുണാകരൻ മുതൽ എത്രയോ ആളുകൾ, R ബാലകൃഷ്ണപിള്ള, ഞാൻ വെച്ചാൽ അവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല. പക്ഷേ സിനിമാ രംഗത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ. സിനിമാ രംഗത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സിനിമാ രംഗത്ത് നടക്കുന്നത് ശരിയല്ലാത്ത കാര്യങ്ങളാണെന്നും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നും ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുമൊക്കെ നമുക്കെല്ലാവർക്കും കേട്ടറിവുണ്ടായിരുന്നുവെങ്കിലും ആ മേഖലയ്ക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് അതിനകത്തേക്ക് എത്തി നോക്കാൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആധികാരികമായി നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം നമുക്ക് കേട്ടറിവുണ്ടായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? മലയാള സിനിമാ വ്യവസായത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് കാര്യകാരണ സഹിതം ഒരു ഹൈക്കോടതിയിലെ റിട്ടയർഡ് ന്യായാധിപയുടെ നേതൃത്വത്തിലുള്ളൊരു സമിതി അന്വേഷിച്ച് കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഈ പുറത്തു കൊണ്ടുവന്നത് സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ടൊരു ആമുഖമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് 2-3 വാദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് മലയാള സിനിമാ രംഗത്തെ, സിനിമാ വ്യവസായത്തെ പരിപൂർണമായും അപഹസിക്കുകയാണ്, അതിനെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്നുള്ള വാദമുണ്ട്. 1. 2, ലൈംഗിക ചൂഷണമുള്ളത് സിനിമാ മേഖലയിലല്ല മറ്റുള്ള എല്ലാ മേഖലകളിലുമുണ്ട്. ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഈ പറഞ്ഞ പോലെ ഒരു പൊതുവൽക്കരിക്കാനുള്ള, ജനറലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. ഇത് രണ്ടിൻ്റെയും വിശദാംശങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. വിനോദം, ഇവിടെ ആരും മലയാള സിനിമാ രംഗത്തുള്ള മുഴുവൻ നടന്മാരും കുഴപ്പക്കാരനാണെന്നും മലയാള സിനിമാ രംഗത്ത് ഈ പറഞ്ഞതുപോലെ കിടക്ക പങ്കിട്ടാൽ മാത്രമേ വനിതകൾക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ജനറലൈസ് ചെയ്തിട്ടില്ല. ഈ ജനറലൈസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ സിനിമാ രംഗത്തുള്ള മുഴുവൻ ആളുകളെ കുറിച്ചിട്ടല്ല ഇത് പറയുന്നത്. എന്നിട്ട് തെളിവ് കൊടുക്കാൻ വന്ന ഇരകൾ തന്നെ ഒരു പ്രൊഡ്യൂസറെ കുറിച്ചിട്ടും ഒരു സംവിധായകനെ കുറിച്ചിട്ടും ഒരു സിനിമാറ്റോഗ്രാഫറെ കുറിച്ചിട്ടും പറയുന്നവരെ അതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മാന്യമായി സെറ്റിൽ പ്രവർത്തിക്കുന്ന
ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ രഹസ്യാത്മകമായി കൈകാര്യം ചെയ്യുന്ന, യാതൊരു പീഡനങ്ങളും അനുവദിക്കാത്ത സിനിമാ സംവിധായകരും പ്രൊഡ്യൂസർമാരും പിന്നെ ക്യാമറാമാന്മാരും ഒക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് അവർ തന്നെ ആ വിവേചനം അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് സ്ത്രീകളെല്ലാവരും ഇങ്ങനെയുള്ള ആളുകളല്ല, ബഹുഭൂരിപക്ഷവും നല്ല ആളുകളാണ്, പക്ഷേ അങ്ങനെ അല്ലാത്തതുണ്ട്. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സിനിമാ രംഗത്തെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കുന്നു എന്നുള്ള വാദം പൂർണ്ണമായും തെറ്റാണ്. ഇനി രണ്ടാമത്തെ വാദം എന്താ? രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഇതുണ്ട്, അതുപോലെ തന്നെ സിനിമാ മേഖലയിലും ഇതുണ്ട്. അതും പരിപൂർണമായും തെറ്റാണെന്ന് ഹേമ കമ്മിറ്റി അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് മറ്റ് മേഖലകളിൽ നടക്കുന്ന ചൂഷണവും സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണവും തമ്മിലുള്ള വ്യത്യാസമെന്നും പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ അതിനകത്ത് ഉണ്ട്. ആ സെക്ഷനിൽ അവർ പറയുന്നത് ഇപ്പോൾ മറ്റ് മേഖലകളുണ്ട്, വേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ പിന്നെ സ്കൂൾ ടീച്ചർമാരുണ്ട്, അവരുണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. ആ പ്രൊഫഷൻസിലൊന്നും തന്നെ എല്ലാ ഘട്ടത്തിലും ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും വിധേയമാകേണ്ട ഒരു അവസരം ആ മേഖലകളിലൊന്നും ഉണ്ടാകുന്നില്ല. ആ മേഖലകളിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ലൈംഗിക ചൂഷണത്തിനുള്ള ശ്രമം ചിലപ്പം ജോലി കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ തീരും. ഓരോ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ പിന്നെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായം. ഷാജഹാൻ, അതിനൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്കൂൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു മേഖല, അവിടെ ഒരാളെ എങ്ങനെയാണ് ജോലിക്കെടുക്കുക, അവിടെ അവരുടെ സർട്ടിഫിക്കറ്റ്, അവിടെ കൃത്യമായ പരീക്ഷ, ഇതൊക്കെ കൃത്യമായി നടത്തിയ ഒരു കൃത്യമായ വെരിഫിക്കേഷൻ സർക്കാരിനൊരു സംവിധാനമുണ്ട്. സിനിമ അങ്ങനെ അല്ലല്ലോ. സിനിമ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്റ്റാർ അവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിലേ അവിടെ അവസരമുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഒരു സ്കൂളിൽ ഒരു ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം സുതാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതങ്ങനെ അല്ലാതെയും അവിടെ ചിലപ്പോൾ നടന്നിരിക്കും. പക്ഷേ അത് നടന്നാൽ തന്നെ അത് ഒരിടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവസാനിക്കും. ചിലപ്പോൾ ജോലി ലഭിക്കാൻ വേണ്ടി ചിലപ്പം അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചിലപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കാം. പക്ഷേ അത് അവിടെ അവസാനിക്കും. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമയിലേക്ക് വരുന്ന ഘട്ടം മുതൽ ഓരോ ഘട്ടത്തിലും പീഡനത്തിന് വിധേയമാകുകയാണ്. അവരതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ എല്ലാ ഘട്ടത്തിലും പിന്നെ സിനിമയിലേക്ക് വരുന്ന പിന്നെ വനിതകൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് മേഖലകളിൽ നടക്കുന്ന ലൈംഗിക ചൂഷണവും സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണവും തമ്മിൽ അടിസ്ഥാനപരമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യവും ഹേമ കമ്മിറ്റി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇത് സംബന്ധിച്ച് വരുന്ന രണ്ട് ആരോപണങ്ങളും ശരിയല്ല എന്ന് വരുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടന്മാർ അവരുടെ വനിതകളോടുള്ള പെരുമാറ്റം അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുക, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ഭരണഘടനാവകാശമാണ് എന്നുള്ള രീതിയിലാണ് ഒരു കൂട്ടം നടന്മാർ പിന്നെ കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് പറഞ്ഞു, അവരെത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. വളരെ എന്നുവെച്ചാൽ അതിഭീകരമായി ഞെട്ടിക്കുന്ന കാര്യമാണ്. പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി പരാതിപ്പെട്ടോ, ആരെ വിശ്വസിക്കാൻ? നിങ്ങളെയാണോ വിശ്വസിക്കുന്നത്, എന്നെയാണോ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു സംഭവമാണ്. 2018 ദിവ്യ ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഒരു CPM നേതാവിൻ്റെ മകളാണ്. അവർ അലൻസിയർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? സിനിമാ രംഗത്തെ നിയന്ത്രിക്കുന്ന ചില വലിയ വമ്പന്മാരായിട്ടുള്ള സിനിമാ നടന്മാർ, സിനിമാ നടിമാർ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും തുണി ഉരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയോ പേരുടെ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. അത് കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ സോയ ജോസഫ് കൂടി ചേരുന്നു. സോയ ജോസഫ്, സ്ത്രീകൾ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലെ വനിതകൾ ഒന്നടങ്കം അമ്മ എന്നൊരു സംഘടന ഉണ്ടായിട്ട് പോലും അവർ WCC എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമായി അവർ മുമ്പിലോട്ട് പോകേണ്ട സാഹചര്യം വന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഒരു നടിയെ ആക്രമിച്ച സംഭവത്തിൽ കൃത്യമായി അമ്മ ഇടപെടാതെ വരുമ്പോഴാണ് ആ സംഘടന രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഹേമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്.
കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4.5 വർഷം കഴിഞ്ഞു. 4.5 വർഷം കഴിഞ്ഞിട്ട് ഇത് ചവിട്ടി പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ സർക്കാർ ചവിട്ടിപ്പിടിച്ച അവസാനം വിവരാവകാശ പ്രകാരം പലരും ഈ രേഖ ആവശ്യപ്പെട്ടു. അത് കോടതിയിലെത്തി. പിന്നീടാണ് ഇത് പുറത്തു വരുന്നത്. ഇത്രയും കാലം ഇപ്പോൾ ഈ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം പറയുന്നു ഈ സാംസ്കാരിക മന്ത്രി രാജിവെക്കണം, ഇത്ര വർഷം ഇത് പുറത്തുവിടാതിരുന്ന മന്ത്രി രാജിവെക്കണമെന്നൊക്കെ. ഇപ്പോഴാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ 2 ടേമായി ഈ സംസ്ഥാനത്ത് നിങ്ങൾ പ്രതിപക്ഷമായിരുന്നല്ലോ. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് മുന്നേറ്റമാണ്, ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് അഭിപ്രായമാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വെക്കാൻ കഴിഞ്ഞത് ഡോക്ടർ സോയ ജോസഫ്? ഈ പറയുന്നത് പോലെ 2017 കമ്മിറ്റിയെ വെക്കുകയും 2019 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷം നിരന്തരമായ ആവശ്യങ്ങൾ, അത് പൊതുസമൂഹത്തിനിടയിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇവിടെ വളരെ കൃത്യമായി തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചർച്ചകൾ നിരന്തരമായി നടന്നിരുന്നു. ഒന്നും നടന്നില്ല. എവിടെ ചർച്ച ചെയ്തു? ആര് ചർച്ച ചെയ്തു? അത്തരം ചർച്ചകൾ നടന്നിരുന്നു. അത്തരം ചർച്ചകൾ നടന്നില്ല. പക്ഷേ എവിടെയാണ് നടന്നത് ചർച്ച? ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തത്? എവിടെയാണ്? ഈ കോൺഗ്രസിനുള്ളിൽ നടന്നോ അല്ലെങ്കിൽ UDF-നുള്ളിൽ നടന്നോ? നടന്നിട്ടില്ല മാഡം. അല്ല, അത്തരത്തിൽ വിവരാവകാശ രേഖ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടുള്ള ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നതാണ്. കോൺഗ്രസ്സുകാർ ചോദിച്ചോ? ഏതൊക്കെ തരത്തിലാണെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ 4.5 കൊല്ലം അത് മൂടി വെക്കുക എന്ന് പറയുന്ന വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നു. ഇപ്പോഴാണല്ലോ ഈ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ തോന്നുന്ന ഇപ്പോഴാണല്ലോ ഡോക്ടർ സോയ ജോസഫ്. അല്ല, ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യമല്ല. അത് വ്യക്തമാണ്. അല്ല, എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഇത് വളരെ കൃത്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു പഠന കമ്മിറ്റിയാണ്. അതിന്റെ സാധ്യതകളെ പറ്റിയും അതിന്റെ പരിമിതികളെ പറ്റിയും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. അതൊരു പഠന കമ്മിറ്റിയാണ്. അത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയല്ല. അത് സ്ത്രീകളുടെ തൊഴിലിടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും മാന്യമായിട്ടുള്ള അവരുടെ വേതനം ഉൾപ്പെടെ അവർക്കുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത്. ഇത് ഇത്ര ഭീകരമായിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭീകരമാണോ എന്നുള്ള മൊഴികൾ പുറത്തു വന്നിട്ടില്ല. പല പേജുകളും പുറത്തു വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യമല്ല. അറിയുന്ന ആളുകളുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിനകത്ത് എന്താണ് എന്ന് അറിയുന്ന ആളുകൾ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം 2019 ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇത്രമേൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിലുള്ളത് എന്ന് അറിയുന്ന ആളുകൾ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. ഞാനോ നിങ്ങളോ അതിന്റെ ഭാഗമായിരുന്നില്ല. എനിക്കോ നിങ്ങൾക്കോ അത് ലഭിക്കുന്നത് കേവലം 1.5 ആഴ്ച മുൻപാണ്. അപ്പോ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും കുറ്റകരമായ മൗനം അവലംബിച്ചുകൊണ്ട് ഇത് മൂടി വെച്ചുകൊണ്ട് 4.5 കൊല്ലം വീണ്ടും ഈ സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ അനുഭവിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ തുടരട്ടെ, ഇത്ര മോശപ്പെട്ട സാഹചര്യം ഉണ്ടായിക്കോട്ടെ എന്ന് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ച സർക്കാരാണ് ഇതിൽ 1-ാം പ്രതി എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു പഠന കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇതിൽ ഇത്രമേൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇതിനു വേണ്ടിയുള്ള വലിയ സംരംഭങ്ങളിലേക്കും സമരങ്ങളിലേക്കും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ സംബന്ധിച്ച് അത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് അത്തരത്തിൽ ഇതൊരു മൂടിവെക്കപ്പെട്ട സത്യമായി 4.5 കൊല്ലം അതിന് മുകളിൽ അടയിരുന്ന ഗവൺമെന്റാണ് ഇന്ന് വലിയ സ്ത്രീപക്ഷവാദവും അല്ലെങ്കിൽ വലിയ പുരോഗമനവാദവും ഒക്കെ ഉന്നയിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ വിവരാവകാശ കമ്മീഷൻ പറയുന്നതിന് അപ്പുറത്തേക്ക് വിവരാവകാശ കമ്മീഷൻ ഇത്ര ഭാഗങ്ങൾ സ്വകാര്യത എന്നുള്ള ഒരു പരാമർശം കൊണ്ട് മറച്ചു വെക്കണമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഞങ്ങൾ മറച്ചു വെക്കാൻ തയ്യാറാണ് എന്ന് ഓരോ ദിവസവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേജുകൾ ചുരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഇതൊക്കെ പുറത്തു വരാതിരിക്കട്ടെ, ഇതൊക്കെ പുറത്തു പോകാതിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അതിന് അധികാരമുള്ള അത്തരത്തിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പിന്റെയോ മാഫിയകളുടെയോ ഒക്കെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് സർക്കാരിനുള്ളത്. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എടുത്ത നിലപാടിനെ പറ്റി നമ്മൾ കണ്ടു.
അപ്പൊ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിട്ടും ഇത്ര കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ നിലപാടുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അമ്മയോടൊപ്പം അച്ഛൻ കളിക്കുന്ന ആളുകളായി സർക്കാർ കൂടെ മാറിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കാരണം അമ്മ എടുക്കുന്ന അതേ നിലപാടിനോടൊപ്പം തുള്ളുകയും എന്നാൽ ഗതികെട്ട് പലപ്പോഴും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടി വരുന്ന ഒരു രൂപത്തിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇതൊരു നീതി നിഷേധത്തിന്റെ ചിത്രം കൂടിയാണ്. പിന്നെ ഈ രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അപ്പുറം സംസാരിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും നേരത്തെ ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ചട്ടക്കൂടുകളിൽ നിന്ന് ഒരു പൊളിച്ചെഴുതലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ കാലത്തും ഒരു സിസ്റ്റം ഇങ്ങനെ തുടരുന്നതിൽ വലിയ അപാകതകൾ ഉണ്ടാകും. തീർച്ചയായും ഇതൊരിക്കലും സിനിമാ മേഖലയിൽ വലിയ അപകടം ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തുടരുന്നിടത്തോളം കാലം ഉണ്ടാകുന്നതിനേക്കാൾ വളരെ ചെറിയ അപകടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. എത്രയോ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്രമാണ്. അതെ, സ്ത്രീകൾ നിരവധി അപമാനിക്കപ്പെട്ടതിന്റെ ഒരു നേർരേഖ അല്ലെങ്കിൽ അതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. അഡ്വക്കേറ്റ് ഷാജഹാൻ, ഇവിടെ ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും നാൾ ഇത് മൂടി വെച്ചത് തെറ്റ് തന്നെയാണ്. പൊതുസമൂഹം അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കം അത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളാരും കണ്ടിട്ടില്ല, കോൺഗ്രസ്സുകാരൊന്നും അത് ഉന്നയിച്ച് കണ്ടിട്ടില്ല, പൊതുസമൂഹവും അത് ചർച്ച ചെയ്തിട്ടില്ല. സോയ ജോസഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഇത്ര ഗുരുതരമായ കാര്യങ്ങളുണ്ട് എന്നറിയുമ്പോഴല്ലേ പ്രതികരിക്കാൻ കഴിയും. അങ്ങനെ സർക്കാരിന് മുമ്പിൽ എത്രയോ റിപ്പോർട്ടുകളുണ്ട്, പല റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. പക്ഷേ ഇത് ഇത്ര ഭീകരമാണ് എന്നറിയുന്നത് ഇത്തരത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പോലും പിടിച്ചു വെച്ച് ബാക്കി ഭാഗങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോഴാണ് ഇത് ഇത്രയും ഗുരുതരമായ സ്ത്രീകളെ ഇത്രയധികം ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ രഞ്ജിത്ത് അടക്കമുള്ള സിദ്ദിഖ് അടക്കമുള്ള ആളുകൾക്ക് രാജിവെക്കേണ്ട സാഹചര്യം വരുന്നത് ഈ റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിലെ മറ്റു ഭാഗങ്ങൾ കൂടി പുറത്തു വന്നാൽ പല തലകളും ഉരുളുകയില്ലേ ഷാജഹാൻ? എനിക്കിതിനകത്ത് ഇപ്പോൾ ഈ ഡോക്ടർ സോയ ജോസഫ് അല്ലേ? അതെ അതെ, സോയ ജോസഫ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണല്ലോ. എനിക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും നിലപാട് സംബന്ധിച്ച് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന്, 2019 ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. 2024 ഓഗസ്റ്റ് 19 ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലായതെന്നൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളൊരു ചോദ്യം, 5 വർഷക്കാലം ഇത് പുറത്തു വരാതിരുന്ന സമയത്ത് ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്താണ് കോൺഗ്രസോ പ്രതിപക്ഷമോ ചെയ്തത്? ഒന്നാമത്തെ ചോദ്യം. കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ കാരണം കുറച്ച് വിവരാവകാശ പ്രവർത്തകരും കുറച്ച് മാധ്യമ പ്രവർത്തകരും കോടതിയുമാണ്. ഇത് പുറത്തു കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ്സുകാരും ഒന്നും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയോ കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവോ ഇത് പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട് ഒരു വിവരാവകാശ അപേക്ഷ പോലും കൊടുത്തതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നെന്നും എന്നൊക്കെ പറയുന്നതൊക്കെ അബദ്ധമാണ്. ഒരു ചർച്ചയും ഇവിടുത്തെ പ്രതിപക്ഷമോ ഇവിടുത്തെ കോൺഗ്രസോ ഇവിടുത്തെ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരോ നടത്തിയതായിട്ട് എനിക്ക് യാതൊരു അറിവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീമതി ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞത് ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി, ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണുള്ളത്. ഓഗസ്റ്റ് 19 ഇത് പുറത്തു കൊണ്ടുവന്നല്ലോ. ഇന്ന് ഓഗസ്റ്റ് 26 ഇതിനുള്ളിൽ എന്തുമാത്രം വെളിപ്പെടുത്തലുകൾ നടന്നു ഡോക്ടർ സോയ ജോസഫ്? കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടാകാത്ത നിലയിലുള്ള അത്ര വലിയൊരു ഭൂകമ്പമല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ച് പോകേണ്ടി വന്നു. അമ്മ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരുടെ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സിദ്ദിഖ് പോകേണ്ടി വന്നു. ജനറൽ സെക്രട്ടറി പോകേണ്ടി വന്നു. മുകേഷ്, എത്രയോ നടന്മാർക്കെതിരെ, ഞാൻ അവരുടെയൊന്നും പേരുകൾ പറയുന്നില്ല, എത്രയോ നടന്മാർക്കെതിരെ എത്രയോ ഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി നടിമാർ മുന്നോട്ട് വന്നു. മുകേഷ് ഇപ്പോഴും MLA ആണ്, നമ്മുടെ നിയമസഭയിലെ MLA ആണ്, കൊല്ലം. വെച്ചാൽ അതിൻ്റെ ഒന്ന് വിശാലിച്ച് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ദിവ്യ ഗോപിനാഥ് അവർ 2018 തന്നെ അലൻസിയർക്കെതിരായിട്ട് അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതാണ്. ഏത് കോൺഗ്രസിൻ്റെ ഏത് വനിതാ നേതാവായിരുന്നു അവർക്കന്ന് പിന്തുണയുമായിട്ട് പോയത്? ആരും പോയതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എന്തുമാത്രം വെളിപ്പെടുത്തലുകൾ ഇവിടെ വന്നു,
എത്ര വനിതാ നടിമാര് വന്ന് ഒന്നിനു പുറകെ ഒന്നായി പച്ചയ്ക്ക് ഈ നടന്മാർ ചെയ്തിട്ടുള്ള ലൈംഗിക പീഡനത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ത് പ്രതികരണമാണ് പ്രതിപക്ഷത്തു നിന്നുണ്ടാവുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ 5-6 പ്രസ്താവനകൾ ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിയാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ കുറച്ച് പത്രസമ്മേളനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇത്രയും ഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണം സിനിമാ രംഗത്തുള്ള വിരലിലെണ്ണാവുന്ന വമ്പന്മാർ നടത്തിയതിനെതിരെ സിനിമാ രംഗത്തെ വനിതാ നടിമാർ വന്ന് ഇത്രയും ഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടും എന്ത് ജനരോഷത്തെ വളർത്തിയെടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്? എന്ത് ജനരോഷം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്? പക്ഷേ അങ്ങനെ എന്ത് പ്രതിരോധം വളർത്തിയെടുക്കാൻ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള എതിർപ്പ് കൊണ്ടല്ലേ. ഞാൻ ഡോക്ടർ സോയ ജോസഫിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ അധികാരത്തിൽ ഇരുന്ന UDF സർക്കാരായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ഇപ്പോൾ ഇവിടെ അധികാരത്തിൽ ഇരുന്നത് UDF സർക്കാരായിരുന്നുവെങ്കിൽ ഇവിടെ കത്തിയുമായിരുന്നു. ഇവിടെ എന്താ കാരണം? ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരു വിശ്വാസയോഗ്യതയില്ലാത്ത ഒരു സോളാർ പരാതിക്കാരി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയവരാണ് ഇന്നിവിടെ അധികാരത്തിലിരിക്കുന്നവർ. അപ്പോൾ അവരിവിടെ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ 1,00,000-ൽ 1 പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്താണ് ഉണ്ടാവാത്തതിൻ്റെ കാരണം? ഇപ്പം തന്നെ ഒന്ന് നോക്കിക്കേ. ഈ പ്രസ്താവനകളുമായിട്ട് വരുന്നത് ആരാ? സതീശൻ കുറച്ച് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഇത്രയും ഭീകരമായിട്ടുള്ള വിഷയം ഇവിടെ നടന്നിട്ട് ഏത് കോൺഗ്രസ് നേതാക്കന്മാരാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനകത്ത് നിലപാടുകൾ എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്? ഇനി ഇതെല്ലാം പോട്ടെ, കോൺഗ്രസിൽ ഏത് വനിതാ നേതാവാണ് മറ്റേ ബിന്ദു കൃഷ്ണയോ മറ്റോ മുകേഷിനെതിരെ എന്തോ കൊല്ലത്ത് എന്തോ പറയുന്നതായിട്ട് കണ്ടു? അതിനപ്പുറത്ത് ഇത്രയും ഭീകരമായി വനിതകൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരുടെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം പോലും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം ഈ സിനിമാ രംഗത്തുള്ളവരുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള പലരും കോൺഗ്രസിലുമുണ്ട്, ഘടക കക്ഷികളിലുമുണ്ട്. പേരുകളൊക്കെ എനിക്കറിയാം, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി, ഇത് ഞാൻ കോൺഗ്രസിനെ മാത്രമായിട്ടല്ല പറയുന്നത്, ഞാൻ BJP-യുടെ കാര്യവും ഞാൻ പറയുന്നുണ്ട്. BJP-യും ഇതുപോലെ തന്നെ 5-6 പത്രപ്രസ്താവനകളിലും പത്രസമ്മേളനങ്ങളിലും മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കാരണം സിനിമാ രംഗത്തുള്ള പല പ്രബലന്മാരും BJP-ക്കാർക്കും വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നടന്മാരുടെ മൂടുപടങ്ങൾ അഴിഞ്ഞു വീഴാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദികൾ ജനങ്ങളാണ്, പൊതുജനങ്ങളാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ദയനീയമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാം. തീർച്ചയായും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടപ്പെട്ടവർ സിനിമാ മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് 4.5 വർഷമായിട്ടും ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ ഇരുന്നത്. അവസാനം വിവരാവകാശ കമ്മീഷനും കോടതിയുമൊക്കെ ഇടപെട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നത്. പക്ഷേ ആ ഭാഗങ്ങൾ പുറത്തു വരുമ്പോഴും അത് പല രാഷ്ട്രീയ നേതാക്കൾക്കും പൊള്ളുന്നതുമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത്. പക്ഷേ നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത്തരം കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ എന്തായാലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ വനിതാ പോലീസ് ഓഫീസർമാർ അടക്കമുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു അന്വേഷണത്തിന് പ്രത്യേക ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. ഡോക്ടർ സോയ ജോസഫ്, ഇപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം ഈ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കോടതിയുടെ മുമ്പിലെത്തുന്നു. കോടതി ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത് കേസെടുത്തുകൂടാ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ ഷാജഹാൻ പറഞ്ഞത് അന്ധമായ കോൺഗ്രസ് വിരോധമാണ് എന്ന് പറഞ്ഞ് ഞാനതിനെ തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പൊതുജനത്തിൻ്റെ വികാരമാണ് അദ്ദേഹം പറഞ്ഞത്. അത് കോൺഗ്രസ് എന്നുള്ളതല്ല, പ്രതിപക്ഷത്തുള്ള ആരായാലും അവർ അക്കാര്യത്തിൽ കൃത്യമായി ഇടപെടാതെ ഇരുന്നതിൻ്റെ ഒരു പൊതുജന രോഷം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നില്ല. മഹിളാ കോൺഗ്രസ് വേണ്ട നിലയിൽ, കോൺഗ്രസ് അവിടെ നിൽക്കട്ടെ, മഹിളാ കോൺഗ്രസ് വേണ്ട നിലയിൽ മുന്നോട്ട് വരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ അന്വേഷണ കമ്മീഷനെ ഏർപ്പെടുത്തിയതോടുകൂടി ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാകും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ ഡോക്ടർ സോയ ജോസഫ്? ഇത്തരത്തിൽ കോൺഗ്രസ് ഇതിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയില്ല എന്നുള്ളതൊരു വലിയ തെറ്റിദ്ധാരണയാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ ചോദിച്ചതുപോലെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2 സെക്രട്ടറി DGP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു ദിവസത്തെ നിരാഹാര സമരം ഇരുന്നുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കരുത് എന്നുള്ള 2 സമരങ്ങൾ. എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ട് വന്നതിനുള്ള
ഈ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 സമരങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നിങ്ങളത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ അന്ധത കൊണ്ട് അത് ശ്രദ്ധയിൽ പെട്ടിട്ടും സംസാരിക്കാത്തതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് ഞാൻ ആദ്യത്തെ കാര്യം പറയട്ടെ. ആദ്യത്തെ ഒരു പരാതി DGPക്ക് ആദ്യത്തെ ഒരു പരാതി കിട്ടുന്നത് യൂത്ത് കോൺഗ്രസിന്റെയാണ്. അത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ഈ പറയുന്ന മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ഗണേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി എഴുതി വെച്ചിടത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന ഒരാൾ തീർച്ചയായും അതിൽ നിന്ന് പുറത്തുപോയി അന്വേഷണം നേരിടണം എന്നുള്ള ആദ്യത്തെ പരാതി കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇന്നലെ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആദ്യം രഞ്ജിത്ത് താമസിക്കുന്ന വീട്ടിലേക്ക് സമരം അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് സമരം ചെയ്തത് യൂത്ത് കോൺഗ്രസ് ആണ്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇത് മുകേഷിനെതിരെ ആകട്ടെ അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ ഒരു പരാതി കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ ഇപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിക്കണം എന്ന് ആദ്യം അത്തരം ഒരു വാദം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് ഈ നാട്ടിലെ പൊതുജനത്തിന് ഇതൊക്കെ കൃത്യമായി ആദ്യത്തെ ദിവസം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പോലും ഇപ്പൊ ധർമ്മജൻ എന്ന് പറയുന്ന ഒരു നടൻ വളരെ കൃത്യമായി UDFന്റെ പാനലിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന്റെ പേരിൽ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. സ്ത്രീ വിരുദ്ധത സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോശപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഒരു തരത്തിലും അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നയം തന്നെയാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി, കോൺഗ്രസ് ആകട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ മഹിളാ കോൺഗ്രസ് ആകട്ടെ, ഇതിൽ വളരെ കൃത്യമായി ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ സർക്കാരിനെതിരെ പറ്റിയിട്ടുള്ള വീഴ്ചകൾ തുറന്നു കാട്ടുന്നതിൽ വളരെ കൃത്യമായി തന്നെ ഇതിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട്, കാരണം പൊതുജനം എന്ന് പറയുന്നത് അങ്ങനെ ഏകപക്ഷീയമായി നിർത്തപ്പെടുന്ന ഒന്നല്ല. അതിൽ കൃത്യമായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഫലനം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ തീർച്ചയായും അത്തരത്തിൽ ബാധിക്കപ്പെടുന്ന ഒരു സമൂഹം തന്നെയാണ് പൊതുജനം എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇടപെടുകയാണ്. ഇത്തരം പ്രതികരണങ്ങൾ ഇങ്ങനെ പോരാ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. നിരവധി പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. വനിതകൾ ഇത്രയും വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഡോക്ടർ സോയ ജോസഫിനെ പോലെ ഉള്ളവർ പറയേണ്ടത്. അത് പ്രതികരണം ശരിയായില്ല, ശക്തമായിട്ടില്ല. പദ്ധതി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇതിനോട് റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല. ഒരു മിനിറ്റത്തേക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇത്രയും വലിയ വെളിപ്പെടുത്തൽ ഇവിടെ ഉണ്ടായി. ആ വെളിപ്പെടുത്തലിനെതിരെ ഡോക്ടർ സോയ ജോസഫ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് 2 പരാതി കൊടുത്തു എന്നാണ്. എന്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? പരാതി കൊടുക്കാൻ എനിക്ക് കഴിയില്ലേ? അതാണോ പ്രതിഷേധം? പിന്നെ നിങ്ങളുടെ മഹിളാ കോൺഗ്രസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെയൊക്കെയാണോ? രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് സമരം നടത്തിയത് വയനാട്ടിലുള്ള രഞ്ജിത്തിന്റെ ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് ഞാൻ ചോദിച്ച കോൺഗ്രസിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മളെ കൊണ്ട് നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് സോയ ജോസഫ് അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആ കോൺഗ്രസിന്റെ സമരം അത് കൃത്യമായി നടന്നോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വിഷയം മാറിപ്പോകേണ്ട. നമുക്ക് ഇക്കാര്യത്തിൽ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സിനിമാ ലോകത്ത്, ചലച്ചിത്ര ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് തൻ്റെ ഇടത്തോടുകൂടി പറയാൻ തയ്യാറായ ഒരു ചലച്ചിത്ര നടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സോണിയ മൽഹാർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. സോണിയ മൽഹാർ വലിയ ഒരു കൊടുങ്കാറ്റാണ് ഈ മലയാള സിനിമാ ലോകത്തെ വളരെ ഞെട്ടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് അഴിച്ചുവിട്ടത്. വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ആ സോണിയ മൽഹാറിന് ആ ദുരനുഭവം സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഉണ്ടായത്. സോണിയ മൽഹാർ നമ്മുടെ ചർച്ചയ്ക്കൊപ്പം പങ്കെടുക്കുകയാണ്. സോണിയ മൽഹാർ 10 വർഷം മുമ്പ് നടന്ന ആ ഒരു അനുഭവം പല മീഡിയകളിലും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പ്രേക്ഷകർക്കായി എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു, അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ആ ലൊക്കേഷനിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? പ്രേക്ഷകരോടൊന്ന് പറയാമോ?
2013 അവിടെ നടന്ന തൊടുപുഴ നടന്ന ഒരു ഷൂട്ടിലാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് ആരെയും വലിയ പരിചയമില്ല. ഏതോ ഒരു കൺട്രോളർ വിളിച്ചിട്ടാണ് ആ ലൊക്കേഷനിൽ പോകുന്നത്. ചെറിയ ക്യാരക്ടറാണ്, ഒരു 3-4 ദിവസം ഒരു ഓഫീസ് സ്റ്റാഫായിട്ടുള്ളൊരു നടിയായിട്ടാണ് അഭിനയിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഈ സംവിധായകൻ, എനിക്ക് എല്ലായിടത്തും ഒരല്പം ഒരു പ്രിവിലേജ്, വെറും ഒരു ചലച്ചിത്ര നടിയായിട്ട് ഒതുക്കപ്പെടാതെ, എനിക്ക് എപ്പോഴും ഞാൻ നടിയാണെന്ന് പോലും ആർക്കും അറിയില്ല, പക്ഷേ എനിക്കൊരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ആ ഒരു എവിടെയും ഒരു റെസ്പെക്റ്റ് കിട്ടാറുണ്ട്. അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എനിക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ആ ഒരു ഇതിൽ സംവിധായകൻ ഈ നായകനോട് പറയുകയാണ്, ഇതാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തക സോണിയ മൽഹാർ എന്ന് പറഞ്ഞു. അപ്പം ഷേഖാൻ്റെ ഒന്ന് പോയി. അത് കഴിഞ്ഞ് അടുത്ത നായിക ഉണ്ടായിരുന്നു, നായികയും പരിചയപ്പെടുത്തി. പുള്ളിക്കാരി ഹായ് ആക്കി, ഞാൻ ഹായ് ആക്കി. അവരൊരു കമ്പ്യൂട്ടറിൽ എന്തോ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, ഒരു ലാപ്പ് പോലെ, ഒരു വലിയ ഇതിൽ. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അങ്ങോട്ടാണ്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലാണ് നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ളത്. മേക്കപ്പിൻ്റെ ഇതെല്ലാം അവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ആ സൈഡിലേക്ക് ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, അതായത് സംവിധായകൻ്റെ അവർ പറഞ്ഞു, ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ, അടുത്ത ഷോട്ടിൽ നിങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റാണ് ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പുതിയ ഇതാകുമ്പോഴത്തേക്ക്. അതിന് ഇത്രയും ധൈര്യമോ കാര്യങ്ങളോ ഇല്ല, 10 years ബാക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തു, പിന്നെ മേക്കപ്പ് ചെയ്തു. അപ്പം എപ്പോഴും ഞാൻ ഷൂട്ടിന് മുമ്പ് ഒന്നുകൂടി ഒരു വാഷ്റൂമിലൊക്കെ പോയിട്ട്, കാരണം നമ്മൾ ഷൂട്ടിന് കയറി കുറേ മണിക്കൂറുകൾ ചിലപ്പോൾ നമ്മൾ അവിടെ നിൽക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ടോയ്ലറ്റിലും പോയി തിരിച്ചു വരാം എന്നുള്ള ഇതിൽ തിരിച്ചു വരികയാണ്. വരുന്ന സമയത്താണ് അവിടെയെങ്ങും ആരുമില്ല, ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ വഴിയാണ്. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിടിക്കുകയാണ്, അതായത് ഹോൾഡ് ചെയ്യുകയാണ്, നന്നായിട്ട് വന്നിട്ട് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പതറുകയാണ്. ബിക്കോസ് നമ്മൾ അവരെ ഒരുപാട് ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാണാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ ഒരു പടത്തിൽ അഭിനയിക്കാൻ അത്രയും അന്തസ്സോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഈ വിത്തൗട്ട് കൺസെൻ്റ് ആണ്, അതാണ് ഏറ്റവും. അത് ഇല്ല കൊച്ചുകുട്ടികൾ വന്ന് കെട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ളൊരു സാധനം നമ്മൾ പേടിപ്പിച്ചിട്ട് അല്ല, അവർ ചിലപ്പോൾ പേടിപ്പിക്കാനായിരിക്കില്ല, അവരുടെ രീതി അതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അത് എന്തിനാണ് അങ്ങനെ ഞാൻ പിടിച്ച് തള്ളുകയാണ്. കാരണം നമ്മൾ അത് ആദ്യത്തിലാണ്. അതായത് ഒരാൾ, എനിക്ക് അതുവരെയും സിനിമയിലെന്നല്ല ആരും അങ്ങനെ വിത്തൗട്ട് കൺസെൻറ്റിൽ നമ്മളെ കയറി അങ്ങനെ വരിഞ്ഞ് മുറുക്കിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരാൾ നമ്മളെ പെട്ടെന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി, ആ പേടിയിൽ കണ്ണ് നിറഞ്ഞ് തുളുമ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി നല്ല ഒരുങ്ങി നിൽക്കുക അങ്ങോട്ട് ഷൂട്ടിൽ കയറാൻ വേണ്ടി. അപ്പം ഞാൻ കരയുവാണ്, പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ തന്നെ കൈവിട്ടപ്പോൾ ആൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കൂൾ ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് പറ്റിപ്പോയതാണ്, വെരി സോറി, ഇതിന് അവിടെ ചെന്നൊന്നും ആരെടുത്തും പറയണ്ട. ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷേ എന്തിന് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അത് ഭയങ്കര റെസ്പെക്റ്റാണ്, അതുകൊണ്ട് അങ്ങനെ. പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസസ് ആയിട്ടോ, അതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള ഇതാണ്, അതൊന്നും നമ്മൾ കൂടുതൽ പറഞ്ഞതിനെക്കുറിച്ച് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഇതാണ് എനിക്ക് അവിടെ ഉണ്ടായത്. ആ സമയത്ത് പലരും ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സംഘടനയിലോ പോലീസിലോ പരാതിപ്പെട്ടു? അതിനു വേണ്ടി അവിടെ ഒരു സംഭവങ്ങളും ഉണ്ടായില്ല. എന്നാൽ പോലും വിത്തൗട്ട് കൺസെൻറ്റിൽ ഒരാളെ ഹോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീക്കെതിരെ ഉള്ളൊരു അബ്യൂസിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഒരാൾ അത് നമ്മൾ മിണ്ടാതെ നിന്നാൽ ചിലപ്പോൾ അവിടെ കുറച്ചുകൂടെ മാറിയിട്ട് അവിടെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ വിളിച്ചുകൊണ്ട് പോവാം, പിന്നെ ചിലപ്പോൾ അബ്യൂസ് ചെയ്യണമെന്ന് തോന്നാം. അപ്പം നമ്മൾ ചിലപ്പോൾ അപ്പം ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് സാധനങ്ങൾ നമുക്ക് ഇട്ട് തരിക എന്ന് പറയുന്നത് സജീവമായി നിൽക്കുന്ന ആളാണ്. അതെ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ 3 ദിവസം അവിടെ 3-4 ദിവസം ഷൂട്ട് എന്തോ ഉണ്ടായിരുന്നു. ആരും എൻ്റെ നേരെ ഇതാക്കി വന്നില്ല. ഇവിടുന്ന് വിളിക്കുമ്പോഴേ കൺട്രോളറോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് റൂം സെപ്പറേറ്റ് തരണം, ആരും റൂമിന് കൊട്ടാനോ അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല, എനിക്ക് അത് മാത്രമേ ഉള്ളൂ, പൈസ കുറവായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് എനിക്ക് പിന്നീട് ആരും നമ്മളടുത്ത് ഇങ്ങനെയുള്ള ഇത് കാണിച്ചിട്ടുമില്ല. 4 ദിവസം ഷൂട്ട് ചെയ്തു, തിരിച്ചു വന്ന ഉടനെ ബാഗ് കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത്, മനോഹരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന ആൾ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഹോൾഡ് ചെയ്തു, പേടിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിർത്തിക്കോ, ഇനി നമുക്ക് സിനിമ കാര്യങ്ങളൊന്നും വേണ്ട, നിൻ്റെ സമാധാനമാണ് എനിക്ക് വലുത്, അപ്പോൾ ഇനി മോള് അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വന്ന 2-3 എണ്ണം ആളെന്നെ വിട്ടില്ല, അത് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നെ പ്രൊമോട്ട് ചെയ്തതും ഹസ്ബൻഡാണ്. ഏറ്റവും കൂടുതൽ ഈ സോണിയ മൽഹാർ എന്നൊരു വ്യക്തിയെ ആക്കി മാറ്റിയതും ഒക്കെ ആ മനുഷ്യൻ്റെ സ്നേഹവും കരുണയാണ്. ഞാനൊരു നടിയായി കാണാനും ഒക്കെ ആഗ്രഹിച്ചു. നമ്മളങ്ങനെ ഒരു ബോൺ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെ കൂടുതൽ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു ദുരനുഭവം ഉണ്ടായ സിനിമ പുറത്ത് വന്നോ? ഈ സോണിയ മൽഹാർ അഭിനയിച്ച ഭാഗങ്ങളൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നോ സോണിയ? ഞാൻ സത്യം പറഞ്ഞാൽ അത് തിയേറ്ററിൽ കണ്ട ഓർമ്മ പോലും എനിക്കിപ്പോൾ ഇല്ല. ഉണ്ടാവണം. ഇപ്പോൾ ഇത് പ്രതികരിക്കാനുള്ള കാരണം എന്താണ്? ഇത്രയും വർഷം കഴിഞ്ഞു, പലരും ചോദിക്കുന്നതാണ് എന്തുകൊണ്ട്
നിങ്ങൾ അന്ന് പറഞ്ഞില്ല, ഇപ്പോൾ പിന്നെ എന്തിനു പറയുന്നു എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി? അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഇത് കഴിഞ്ഞ് പോയതിന് ശേഷം നമ്മൾ ഇതോടുകൂടി അവസാനിച്ചില്ല. ഇദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം വന്നിട്ടില്ലെങ്കിലും പലരും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് തന്നാൽ അത് തരാം, അത് തന്നാൽ ഇത് തരാം. ആ പരിപാടി നടക്കൂല എന്നുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ലോ കേട്ടോ, നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും മൊത്തത്തിൽ എല്ലാവരും എവിടെ പോയാലും ഇതാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മാധ്യമങ്ങൾ ഇത് പറയാനും പാടില്ല. കാരണം എല്ലാ മേഖലയിലും ഉള്ള പോലെ ചെറിയ പുഴുക്കുത്തുകളായിരിക്കും, പക്ഷേ നമ്മൾക്കത് ഭയങ്കരമായിട്ടൊരു മെൻ്റൽ അഗ്നിയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പുറത്തേക്ക് പോകും. പിന്നീട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മീൻസ് എനിക്ക് പൈസ തരാതിരിക്കുക, അഭിനയിച്ചിട്ട് പൈസ തരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് കുറേ പടങ്ങളിൽ ആർട്ട് പടങ്ങളിൽ ഹീറോയിനായിട്ട് ലീഡ് റോളിൽ കുറേ പടങ്ങൾ കിട്ടാനുള്ള അവസരങ്ങളുണ്ടായി. കാരണം എന്നെ വലിയ ആൾക്കാർക്ക് വേണ്ട, ഞാൻ വലിയ വലിയ പടങ്ങളിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ പൃഥ്വിരാജ്, അവർ എന്ന് നിൻ്റെ മൊയ്തീൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, അവരാരും ഇത് ഓർക്കുന്ന പോലുമില്ല. അതൊന്നും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളൊരു പേരിൽ പോകുന്നു, പക്ഷേ അവിടെയൊക്കെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്. അവരാരും വേറെ മോശമായിട്ട് ബിഹേവ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അവിടെ ഒന്നും, പക്ഷേ എനിക്കല്ലെങ്കിൽ ചില ലൊക്കേഷനിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ എൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉപദേശിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ കുട്ടികളായാലും എന്നോട് വന്ന് പറയുന്നു, ഡയറക്ടർ നമ്മളെ അബ്യൂസ് ചെയ്യുന്നു, ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഇതേപോലെ തുണി അഴിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്ന് അനിയത്തി കുട്ടികളായ ഒരുപാട് ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതൊക്കെ പല സംവിധായകരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ കുട്ടികളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യരുത്, അത് വളരെ മോശമാണ്, അവർ ചെറിയ കുട്ടികളാണ്. സോണിയ മൽഹാർ, നമുക്ക് ഈ ചർച്ചയിൽ LDF പ്രതിനിധി സലിം മടവൂരിൻ്റെ അടുത്തേക്കും കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പുതിയ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു, അതിൽ ആ വനിതാ ഓഫീസർ സോണിയ മൽഹാറുമായി പരാതിയുടെ കാര്യത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പക്ഷേ സോണിയ മൽഹാർ രേഖാമൂലം പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല. എന്തെങ്കിലും ഭീഷണിയുണ്ടോ? എനിക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയില്ല. ഞാൻ വ്യക്തിപരമായി എടുത്തൊരു തീരുമാനം എൻ്റെ സഹോദരൻ ഉൾപ്പെടെ എൻ്റെ കുടുംബത്തിൽ കുട്ടികളും അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടാണ് ഈ ഒരു മീഡിയയെ ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് തോന്നി. കാരണം ഇതിനകത്ത് പലരും വന്ന് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം സേഫാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്ന്, അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, കുറേ പേജുകൾ മാറുന്നു, 4 വർഷം എടുക്കുന്നു, 1.5 കോടി രൂപ ചിലവാകുന്നു, സർക്കാരിൻ്റെ പണം പോകുന്നു, നമ്മുടെ നികുതി പണമാണ്. ഇങ്ങനെ ഇത് ഒരു കാര്യത്തിന് 6 മാസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കേണ്ട സാധനത്തിന് 4 വർഷം പോകുമ്പോൾ ഇനി ഈ പരാതിയായിട്ട് വരുന്നവർക്ക് ഏത് തരത്തിലുള്ള ഒരു നീതി കിട്ടുമെന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിനി ഒരു സോഷ്യൽ വർക്കറായിട്ട് ഇരുന്നത് കൊണ്ട് ഇതിനകത്ത് ഭയങ്കര മോശമാണ്. എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി തുടങ്ങി. നമ്മൾ പ്രതികരിക്കണം, കാരണം ഇതിനകത്ത് ഒന്നുമില്ല എന്ന് വരുമ്പം ആ പ്യൂരിറ്റിക്കിടയിൽ നമ്മൾ തളച്ചിടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഡിപ്രഷനിലേക്ക് പോയവരുണ്ടാവാം, ആത്മഹത്യ ചെയ്തവരുണ്ടാവാം, അച്ഛനില്ലാത്ത കൊച്ചിനെ കൊണ്ട് കിടക്കുന്നവർ വരെ ഉണ്ടാവാം. അതൊരു വലിയ ആക്ഷേപമാണെങ്കിൽ കൂടി അങ്ങനെയും നമ്മൾ, കാരണം ആ രീതിയിലുള്ള അബ്യൂസിങ് പല ഏരിയയിലും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഉള്ളവർക്ക് ഇതുവരെ ആരൊക്കെയാണോ അതിനുള്ളൊരു ഫ്രീഡം കൊടുത്തിരുന്നത് അത് നമ്മൾ തടയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഒരു കേസ് കൊടുത്ത് അതിൻ്റെ പേരിൽ ദിവസങ്ങളും മാസങ്ങളും ചിലവിടാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനൊരു ട്രസ്റ്റിൻ്റെ ഒരു NGOയുടെ ഫൗണ്ടറാണ്, ഗ്ലോബൽ പീസ് അതോറിറ്റിയുടെ ഫൗണ്ടറാണ് ഡൽഹിയിൽ. എനിക്ക് സർക്കാരുമായിട്ട് NDA സർക്കാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പദ്ധതികളൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ വലിയ സിനിമാക്കാർക്ക് ആർക്കും നമ്മളെ വേണമെന്നുള്ളവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഒരു പാഠം പേടി. ഒരു പെണ്ണിന്റെ മടിക്കൂത്ത് അഴിക്കാൻ സിനിമാ മേഖലയിലല്ല ഏത് മേഖലയിലും ഉണ്ട്. അത് അഴിക്കാൻ ഇനി വിത്തൗട്ട് കൺസെന്റ് ഒരാളും മുതിരരുത്. എല്ലാവർക്കും அந்த ഭയം ഇരിക്കണം, അത് വേണം, അത് തോന്നണം. കാരണം ഇത് കേസ് കൊടുക്കുകയോ കുറേ നാൾ എല്ലാവരും മീഡിയ ചർച്ച ചെയ്യുകയോ കുറേ പേര് അങ്ങോട്ട് പോവുകയോ കുറേ ഫേമസ് ആവുകയോ ചെയ്യുന്നതല്ല അർത്ഥം. ഈ വൃത്തികേടുകൾ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ എന്നെ പോലെയുള്ളവർ. ഞാനൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് അവർ ഇത് വേണ്ട അത് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ സപ്പോർട്ട് പോലും ഇല്ലാതിരിക്കുന്ന സോണിയ മൽഹാറിനെ പോലെയുള്ള കുറച്ച് ആളുകൾ എല്ലാം കൽപ്പിച്ച് പുറത്ത് ഇറങ്ങി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കെങ്കിലും വേദി ഒരുങ്ങുന്നത്, ഇങ്ങനെ സർക്കാരിനെ പോലും ഇത് പിടിച്ചുലയ്ക്കുന്നത്. സലിം മടവൂർ ചേരുകയാണ്. സലിം മടവൂർ, ഈ ശരിക്കും ഇടതുപക്ഷ സർക്കാർ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണ്. 4.5 വർഷമായി ഈ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നം ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അന്വേഷിച്ച് വിശ്വാസപൂർവ്വം അത് കൃത്യമായി സർക്കാരിൻ്റെ പക്കൽ നൽകുന്നു.
ഈ റിപ്പോർട്ട് ഇങ്ങനെ അടവച്ച് ഇതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ആ റിപ്പോർട്ടിന്മേൽ പരാമർശമുള്ള ആളുകളെ പോലും ജനപ്രതിനിധി സഭയിലേക്ക് വീണ്ടും മത്സരിപ്പിച്ച് അവർക്ക് അല്ലെങ്കിൽ ഇതിൽ പരാമർശിക്കുന്ന ആളുകൾക്ക് അവാർഡ് നൽകി ആ അക്കാദമി ചെയർമാനായിട്ടൊക്കെ ഇരുത്തി ഒന്നും അനങ്ങാതെ ഇരുന്നിട്ട് കോടതിയിൽ വന്നപ്പോഴല്ലേ നിങ്ങൾ ഇപ്പോൾ അനങ്ങി തുടങ്ങിയത്? നിങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നില്ലേ? LDF ശരിക്കും ഭയപ്പെടുന്നില്ലേ? സലിം മടവൂർ. അല്ല, ഇതില് ആളുകളുടെ പേരുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പേരില്ലെന്ന് ആരാണ് സലിം മടവൂരിനോട് പറഞ്ഞത്? പേരില്ലെന്നുണ്ടോ? അതാ പറഞ്ഞത്, രണ്ടും പറഞ്ഞിട്ടില്ല. അപ്പൊ പേരുണ്ട് ഇല്ല പേരില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? അല്ല, പേര് ഇല്ല എങ്കിൽ എന്തിന് കുറച്ച് പേജുകൾ ഒഴിവാക്കി? അല്ല, അത് ഒരു പക്ഷേ അതിൽ രഹസ്യമൊഴി കൊടുത്തിരിക്കുന്ന പരാതിക്കാരുണ്ടാവും. പരാതിക്കാർ തന്നെ ഇപ്പൊ നമ്മള് നേരത്തെ ഒരു സിനിമാ നടി അവര് കോടതിയിൽ പോവുകയുണ്ടായി. അവര് പറഞ്ഞു ഞാൻ കൊടുത്ത മൊഴി എങ്ങനെയാ വന്നതെന്ന് അറിയണം. അപ്പൊ പലരും അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് രഹസ്യമായിട്ട് കൊടുത്ത മൊഴിയായിരിക്കും. അപ്പൊ ആ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബിനികളായിരിക്കും, പലതരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും അതിൽ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിലൊരു നടപടിയാണ് വരേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ അഭിനന്ദിക്കേണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇതേക്കുറിച്ച് പഠിക്കാൻ ഒരു ജസ്റ്റിസിനെ, ഒരു വനിതാ ജഡ്ജി, റിട്ടയർഡ് ജസ്റ്റിസിനെ, ഹൈക്കോടതി ജഡ്ജിയെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി പഠിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ പരാതികൾക്ക് പറയട്ടെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ പരാതിക്ക് ഒക്കെ തന്നെ സാഹചര്യം ഒരുക്കിയത്, നടപടികൾക്ക് സാഹചര്യം ഒരുക്കിയത് ഒരു വലിയ വിപ്ലവത്തിന് തന്നെ ഈ രംഗത്ത്, സാംസ്കാരിക മേഖലയിൽ, സിനിമാ മേഖലയിൽ ഒരു വിപ്ലവം ഞാൻ മനസ്സിലാക്കുന്നു. ഇനി മേലിൽ മലയാള സിനിമയിലെ ഒരു പുരുഷനും ഒരു സഹോദരിയെയും അവരുടെ സമ്മതമില്ലാതെ അവരെ തൊടുകയോ തോണ്ടുകയോ മാന്തുകയോ പിച്ചുകയോ ഒന്നും ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അപമാനിക്കൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ഒരു സാമൂഹ്യമായ വിചാരണ നടന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ഭയം. ആദ്യമായിട്ട് അത് നടക്കുന്നത്. മുമ്പൊക്കെ സിനിമ എടുക്കുന്ന സമയത്ത് പലരും സിനിമ എടുക്കുന്നത് തന്നെ ഹീറോയിനുമായിട്ട് കിടക്ക പങ്കിടണം, അല്ലെങ്കിൽ അവരിലെ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ വേണം. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പണം മുടക്കുന്ന ഒരു വിഭാഗവും സിനിമയിലുണ്ട്, പുഴുക്കുത്തുകൾ. ഇപ്പോ ഏതായാലും ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. സഹോദരിമാരെ, നടിമാര് മുന്നോട്ട് വന്നുകൊണ്ട് അവർ പരാതികൾ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കുന്നു. അങ്ങനെ പരസ്യമായി ധൈര്യം കാണിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മുട്ടടിക്കുകയാണ്, ഭയപ്പാട് വന്നിരിക്കുന്നു. സലിം മടവൂർ, ഈ ഷാജഹാൻ സലിം മടവൂർ പറഞ്ഞ ഒരു കാര്യം, ഈ റിപ്പോർട്ടിൽ പേരുണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ആരെയും ഭയപ്പെടാനില്ല, ഈ കമ്മിറ്റി വെക്കാൻ ധൈര്യം കാണിച്ച ഒരു സർക്കാരാണ് എന്നൊക്കെ പറയുന്നു. എന്താണ് അതിന് മറുപടി ഷാജഹാൻ? വിനോദ്, ഇതിനകത്ത് ഈ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ എന്താണ് പ്രസക്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പേരില്ലെങ്കിൽ എന്താ? പേരില്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ പിന്നെ പരാതി പേരില്ല എന്ന് പറയുമ്പോഴും ഇതിന്മേൽ നടപടിയെടുക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അതെങ്ങനെ? സലിം മടവൂര് അതായത് ഈ IPCയുടെ പുതിയ വേർഷനകത്ത് 0 FIR എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പരാതി എവിടെ കൊടുത്തോ അവിടെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാം, FIR ഇടാം. ഞാൻ ചോദിക്കട്ടെ, സലീം മടവൂര് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, ഞങ്ങളൊന്നും മറന്നിട്ടില്ല. എന്താണെന്നറിയാമോ? വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ കയറിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാരിൻ്റെ കയ്യിൽ ഡസൻ കണക്കിന് സ്ത്രീകളുടെ മൊഴികളുള്ള, കൊഗ്നൈസബിൾ ഒഫൻസുകളുള്ള മൊഴികൾ, പേരുണ്ടോ ഇല്ലേ ഇരിക്കട്ടെ അവിടെ, അത് 5 വർഷം എടുത്ത് പൂഴ്ത്തി വെച്ചവർ, 5 വർഷം അതെടുത്ത് കക്ഷത്തിൽ വെച്ചവർ, അവർ ഇത് വിവരാവകാശ പ്രവർത്തകരുടെയും കോടതിയുടെയും ഒക്കെ സഹായത്താൽ ഇത് പുറത്തു വന്നപ്പോൾ ഉളുപ്പില്ലാതെ വന്നിരുന്നിട്ട് എന്താ പറയുന്നറിയാവോ? ഞങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെച്ചതെന്ന്. എൻ്റെ സലീം മടവൂരെ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതെന്തിനാണ് 5 വർഷം നിങ്ങൾ പൂഴ്ത്തി വെച്ചത്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നൊരു സർക്കാരായിരുന്നുവെങ്കിൽ സിനിമാ രംഗത്തുള്ള ഈ ലൈംഗിക ചൂഷണം സംബന്ധിച്ചിട്ട് അസംഖ്യം സ്ത്രീകൾ തന്ന മൊഴികൾ, രേഖകൾ, നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കണം. മൊഴികൾ മാത്രമല്ല, ഡോക്യുമെൻറ്റുകൾ, ലൈവ് വീഡിയോകൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ, പെൻഡ്രൈവുകൾ, ഇത്രയും തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ 5 വർഷം ഇരുന്നിട്ട് അത് കക്ഷത്തിൽ വെച്ചവർ കോടതിയുടെയും വിവരാവകാശ പ്രവർത്തകരുടെയും സഹായത്താൽ ഇത് പുറത്തു വന്നപ്പോൾ ഇതേതാണ്ട് ഞങ്ങളേതാണ്ട് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ചെയ്തവരാണെന്ന് പറയുന്നതിനകത്ത് വല്ല ഉളുപ്പുണ്ടോ എൻ്റെ സലീം മടവൂര്? നിങ്ങളിത് ചെയ്തവരായിരുന്നുവെങ്കിൽ ഇത് 2019 ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് തരുമ്പോൾ തന്നെ
അതിന്മേൽ നടപടിയെടുക്കണ്ടായിരുന്നു നിങ്ങൾ. ഞാൻ കർണാടകത്തിൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. കർണാടകത്തിൽ ഇതുപോലെ എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ പ്രജ്വൽ രേവണ്ണ ആയിരക്കണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവുകൾ പുറത്തു വന്നു. അവിടുത്തെ ഗവൺമെൻറ് എന്താ പറഞ്ഞതെന്നറിയാമോ? സിദ്ധാരാമയ്യ ഗവൺമെൻറ് എന്താ പറഞ്ഞതെന്നറിയാമോ? സ്ത്രീകൾ വരൂ, പരാതി തരൂ, സ്ത്രീകളുടെ സ്വകാര്യത ഞങ്ങൾ സൂക്ഷിക്കാം, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, നിങ്ങൾക്കെല്ലാ സംരക്ഷണവും ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ വിളിച്ച് അവരിൽ നിന്ന് പരാതി വാങ്ങിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇപ്പോൾ 10,000-കണക്കിന് പേജുള്ള കുറ്റപത്രം അവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ കയറിയ നിങ്ങൾ ഡസൻ കണക്കിന് സ്ത്രീകളുടെ ഒരുപാട് മൊഴികളും പെൻഡ്രൈവുകളും ഡോക്യുമെൻറ്റുകളും ലൈവ് വീഡിയോയും ഉള്ളവർ അത് ഉപയോഗിച്ച് നടപടിയെടുക്കേണ്ടതിന് പകരം 5 വർഷം നടപടിയെടുക്കാതിരുന്നതിന് ശേഷം ഇന്ന് നിങ്ങളെന്താ പറയുന്നതെന്നറിയാമോ? സ്ത്രീകൾ പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ 2017 പരാതി തന്നല്ലോ, ഒരു വനിത, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടി 2017 പരാതി തന്നല്ലോ. ആ കേസ് എവിടെയാണ് സലീം മടവൂരെ കിടക്കുന്നത്? ആ കേസ് ഇപ്പോഴും കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് പെട്ടെന്ന് തീർക്കാൻ ഒരു എയർലി ഹിയറിങ്, ഒരു ഹർജി നിങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ പരാതി കൊടുത്തെടുത്ത് തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ 96 ദിവസമായിട്ട് ഒരു വിചാരണ കോടതി വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ പരാതി കൊടുത്തെടുത്ത് തന്നെ ഇതാണ് അവസ്ഥ. ഇനി ഇതിനിടയിൽ വിനോദ് പറയുന്നത് കേട്ടു, ഒരു 5-6 പോലീസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ വെച്ചു. എന്തിനാ കമ്മിറ്റിയെ വെച്ചെന്നറിയാമോ? കുറേ വനിതകൾ വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട്, അവരുടെ ആ കാര്യം അന്വേഷിക്കാൻ. ആ കമ്മിറ്റിയെ എൻ്റെ സുഹൃത്ത് ജോസഫ് സി മാത്യു കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞത് അതൊരു പിന്തിരിപ്പൻ കമ്മിറ്റിയാണെന്നാണ്. അതായത് പരാതിയുമായി വന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കാനുള്ള കമ്മിറ്റിയാണ് ആ വെച്ചിരിക്കുന്നത് എന്നാണ്. അതിൽ ജി പൂങ്കുഴലി എന്ന് പറഞ്ഞിട്ടൊരു AIG ഉണ്ട് കോസ്റ്റൽ സർവീസിലെ. അവർ വാളയാർ കുട്ടികളെ പീഡിപ്പിച്ച വിഷയങ്ങൾ, വടക്കാഞ്ചേരിയിലെ സ്ത്രീ പീഡനം, ഈ BJP ആയി ബന്ധപ്പെട്ടുകൊണ്ട് കുഴൽപ്പണ കേസ്, ഇതെല്ലാം അട്ടിമറിക്കുന്നതിൽ വലിയ പങ്കുള്ള സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ പോലീസ് അന്വേഷിക്കും. 2-3 മാസം കഴിയുമ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുക്കും മുഖ്യമന്ത്രിക്ക്. എന്താണെന്നറിയാമോ? ഈ വനിതകളൊന്നും പരാതി നൽകാൻ തയ്യാറല്ല എന്ന്. കാരണം ഈ വനിതകളെ കാണുന്ന കമ്മിറ്റി പരാതി കൊടുത്താലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എന്താണെന്ന് അവരോട് പറയുമ്പോൾ അവർ പോകും. പല കാരണങ്ങൾ കൊണ്ടും ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു വനിതകളും പരാതി നൽകാൻ തയ്യാറാവില്ല. കാരണം അവരെ പരാതി നൽകുന്നതിൽ നിന്ന് ഈ കമ്മിറ്റി പിൻവലിപ്പിക്കും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷം കയ്യിൽ വെച്ചതിൻ്റെ കാരണം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി CPMൻ്റെ ചാനലായിട്ടുള്ള കൈരളി ചാനലിൻ്റെ ചെയർമാനാണ് 10-24 വർഷമായിട്ട്. അത് പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നുള്ളത് മമ്മൂട്ടിക്കറിയാം. മമ്മൂട്ടി പിണറായി വിജയനെ അതിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ട്, വ്യക്തമായി എനിക്കറിയാം. മമ്മൂട്ടി ജോൺ ബ്രിട്ടാസ് വഴി ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കളിയും കളിച്ചു സർക്കാർ ഇപ്പോഴും ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ രഞ്ജിത്ത് രാജിവെച്ചു. സർക്കാരിന് എന്താ പങ്ക്? സർക്കാർ ചേർത്ത് പിടിച്ചു. നിങ്ങൾ മൈതാന പ്രസംഗം നടത്തിയത് കൊണ്ടായോ? ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തി. ഇനി മൈതാന പ്രസംഗത്തിന് നിങ്ങളുടെ മറുപടി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. സലിം മടവൂരിലേക്ക് പോവുകയാണ്. ഈ രഞ്ജിത്ത് വരാം, സലിം മടവൂർ അങ്ങോട്ട് വരാം. രഞ്ജിത്ത് ഈ രാജിവെക്കുന്നതിന് മുമ്പ് സാംസ്കാരിക മന്ത്രി പറഞ്ഞത് എന്താ? അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. സലിം മടവൂർ അങ്ങോട്ട് വരാം. അതിനു മുമ്പ് സോണിയ മൽഹറിന് വളരെ പെട്ടെന്ന് പോകണം, അതുകൊണ്ട് ഒറ്റ വരിയിൽ അവർ പറഞ്ഞു നിർത്തും. ഇന്ന് ഇവിടെ ഷാജഹാൻ പറഞ്ഞ പോലെ തന്നെ പൂങ്കുഴലി പോലീസ് ഓഫീസറായിട്ടുള്ള മാഡമാണ് ഈ നമ്മുടെ സോണിയ മൽഹാറിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചത്. എന്താണ് അവർ ചോദിച്ചത്? സോണിയ മൽഹാർ എന്നായിരുന്നു ഈ സംഭവം നടന്നത്, എന്തായിരുന്നു അന്ന് നടന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തൽക്കാലം എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാനോ പരാതിപ്പെടാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലൊരു മൊഴിയെടുക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ സഹകരിക്കുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അതൊരു ലീഗലി വാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു. ആ വ്യക്തിക്കെതിരെ പരാതി കൊടുക്കാനോ മറ്റു നടപടികൾക്കോ നമ്മുടെ സപ്പോർട്ട്
റിപ്പോർട്ട് വേണമെങ്കിൽ അത് തുറന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല മാഡം, അതിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല. പേര് ചോദിച്ചു. ഞാൻ മാഡത്തിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണുന്ന സമയത്ത് അതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യമായതുകൊണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ പോലും ആ പേരുകൾ പറയാത്തത്. കാരണം അന്വേഷണം നടക്കുന്ന ഒരു കേസ്, അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഷാജഹാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും പോലീസ് ഓഫീസറെ പറ്റിയൊക്കെ ആക്ഷേപം ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ട്. സലീം മടവൂർ, ഇവിടെ ഒരു കാര്യം, ഇത്തരം ഒരു പരാതി വരുമ്പോൾ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് എന്താ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, രാജിയൊക്കെ അവിടെ നിൽക്കട്ടെ, രാജിവെക്കാൻ വരട്ടെ. അത് അങ്ങനെ ആരോപണം വന്നാൽ രാജിവെക്കാൻ പറ്റുമോ എന്നാണ് സജി ചെറിയാൻ ചോദിച്ചത്. അവസാനം രഞ്ജിത്തിന് രാജിവെക്കാൻ തരമില്ലെന്നായി എന്ന് വന്നപ്പോഴാണ്, സർക്കാരിനൂടെ നാണക്കേട് വന്നപ്പോഴാണ് രഞ്ജിത്ത് രാജിവെക്കുന്നത്. അങ്ങനെയാണോ ഒരു സാംസ്കാരിക മന്ത്രി പറയേണ്ടത്? ഇവിടെ ഒരു ഉദാഹരണം ആദ്യം പറയാം. സോണിയ മൽഹാർ, അവരെ ഞാൻ ബഹുമാനിക്കും. അവര് ശക്തമായ നിലപാടെടുത്തു. കൃത്യസമയത്ത് തന്നെ ആ വ്യക്തിയോട് പ്രതികരിച്ചു. അവരുടെ ഭർത്താവിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അവരുടെ ഭർത്താവ് നല്ല മൂല്യബോധമുള്ള ആളായതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇതിൽ ഇടപെടുന്നു. അവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കുന്നു. എല്ലാ കുടുംബത്തിലും ഇത്തരത്തിലുള്ള ശക്തമായ പിന്തുണ കിട്ടിക്കൊള്ളണമെന്നില്ല. സോണിയ മൽഹാർ അത് കിട്ടുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാ പിന്തുണയും കിട്ടിയ വളരെ ശക്തമായി സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന അവർ പോലും പ്രതിയുടെ പേരിൽ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. എത്ര പേർ കേസുമായിട്ട് മുന്നോട്ട് പോകും? അത് കൃത്യമായ എന്നുള്ളത് വലിയ ചോദ്യമാണ്. പറയട്ടെ, അവർക്ക് വ്യക്തിയുടെ പേര് പറഞ്ഞ് കേസുമായിട്ട് താല്പര്യമില്ലെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ബോൾഡായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയായ അവർ പോലും ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറില്ല. സ്ത്രീകൾ പൊതുവെ മന്ത്രിയുടെ കാര്യം കൂടെ പറഞ്ഞാൽ ഉപകാരം. സമയം അവസാനിക്കുന്നു. മന്ത്രി അല്ല, നിങ്ങൾ ഞാൻ പറയട്ടെ, ഇത്രയും സമയം ഞാൻ പറഞ്ഞു തീർക്കാതെ നിങ്ങളെന്താ പെട്ടെന്ന് ദേഷ്യം പിടിക്കാതെ തിരക്ക് കൂട്ടാതെ ഞാൻ പറയട്ടെ. സമയം അവസാനിക്കുന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് ഞാൻ പറയാം. ഇവിടെ കൃത്യമായിട്ട് ഗവൺമെന്റ് നടപടിയെടുക്കും. അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ ചില സാങ്കേതികത്വമുണ്ട്, നമുക്കറിയാമല്ലോ. നേരത്തെ പറഞ്ഞ സോണിയ മൽഹാറിന്റെ ഭർത്താവ് പിന്തുണ കൊടുത്തതുപോലെ പലരും കുടുംബമായിട്ട് രഹസ്യ സ്വഭാവത്തിൽ കൊടുത്ത മൊഴിയാണ്. അത് പൊതുസമൂഹത്തിലേക്ക് ഇതുപോലെ വലിച്ചിട്ടുകൊണ്ട് വീഴ്പ്പലക്കാൻ തുടങ്ങിയാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ധാരാളം പലതരം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ കൃത്യമായി പഠിച്ച് ആ പഠനം നടത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണല്ലോ വിവരാവകാശ കമ്മീഷൻ പോലും നിശ്ചിത പേജുകൾ ഒഴിവാക്കിയാണ് പുറത്തുവിടാൻ സമ്മതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെടട്ടെ, കാര്യങ്ങളെ കുറിച്ച് മുന്നോട്ട് പോട്ടെ. ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത് ഇതിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിമാര് അവര് പോലീസിൽ രഹസ്യമായി പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കാൻ തയ്യാറില്ല, ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുള്ളൂ, ഞങ്ങൾ അത് എന്ത് കാര്യം? ഇത്തരം ആളുകളെ സിനിമാ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യണമെങ്കിൽ അവരുടെ പേരിൽ കേസ് വരണം. അവരെ രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര അല്ല, ശ്രീലേഖ മിത്രയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചാനലുകളിൽ ഞാൻ കൃത്യമായിട്ട് അവരെ പിന്തുണച്ചുകൊണ്ട് തന്നെ പറഞ്ഞാൽ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പരസ്യമായി നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അവരെ അല്ല, ശ്രീലേഖ മിത്ര അവരെ ബഹുമാനിക്കുന്നു, കൃത്യസമയത്ത് ഇടപെട്ടു. സലീം സാർ, ഒരൊറ്റ കാര്യം ഞങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇതിനു മുന്നേ പല വിവാദമായ കേസുകൾ വന്നു. പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസ് അടക്കമുണ്ട്. എന്ത് തെളിവ്, ഇനി എന്താണ് വലിച്ചു നീട്ടുക? എത്രയോ നാളുകളായി ഒന്നും സംഭവിച്ചില്ല. അതുപോലെ എത്രയോ ഇരകൾ. ഇത് മാത്രമല്ല, ഇത് തുടക്കം ഇതിന് മുന്നേ ഉണ്ടായ കേസിലൊക്കെ നമ്മൾ എത്ര വർഷം കഴിഞ്ഞു സാർ? ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാൻ 6 മാസത്തിനകം ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തിന് 1.5 കോടി ചിലവാക്കി സാർ. ഇത്ര വർഷം പോയില്ലേ സാറ്? നമ്മൾ വേറെ ഒന്നുമല്ല, സർക്കാരിനെ ബ്ലെയിം ചെയ്യുക ഒന്നുമല്ല. നിലപാടുകൾ ഇത്രയും നീണ്ടുപോയാൽ നമ്മളെ നമ്മളെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകയ്ക്ക് വർഷങ്ങളുള്ള ആ പെൺകുട്ടിക്ക് ഇപ്പൊ എത്ര പേര് അതിനകത്ത് പരാതിപ്പെട്ടിട്ടുണ്ട്? ഈ 4 വർഷത്തിനകത്ത് എത്ര പേര് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും? സാർ ഒരു സെക്കൻഡ് സാർ. ഈ 4 വർഷത്തിനകത്ത് ഒരു 6 മാസം കൊണ്ട് റിപ്പോർട്ട് പൂർണ്ണമാക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പിൽ വരികയും നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 4 വർഷത്തിന്റെ ഇടയിൽ എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും? എത്ര പേര് ഡിപ്രഷനിലേക്ക് കാലഘട്ടം ഈ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എത്രയോ പേരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ് ഈ ഭ്രമയുഗം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ ഭ്രമയുഗത്തിലെ ഓരോ നീക്കങ്ങളും വരുമ്പോൾ അദ്ദേഹം അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് കലിയുഗത്തിൻ്റെ ഒരവഭ്രംശം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് LDF സർക്കാരിൻ്റെ അഴകൊഴമ്പൻ അവഭ്രംശം മൂലമാണ് ഈ 4.5 വർഷം ഇത് ചവിട്ടിപ്പിടിക്കേണ്ടി വന്നത്. ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.